വെൽക്കം ടു ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പാർട്സ് നമുക്ക് സെയിലിനുള്ള പാർട്സാണ്. അപ്പോൾ ഇന്നാണ് കൈ കിട്ടുന്നത്. അത് നമുക്കൊന്ന് നോക്കാം, വിശദമായിട്ട് ഓരോ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പാർട്സ് എല്ലാം സെയിലിനുള്ള പാർട്സാണ്. എല്ലാം റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ പഴയ പാർട്സാണ്. എല്ലാ പാർട്സും UK നിന്ന് വരുന്ന സാധനങ്ങളാണ്. വെൽ പാക്ഡ് ആണ്. എന്തായാലും ത്രോട്ടലുകളുണ്ട്, അമാൽ ത്രോട്ടലുകളാണ്. ഒന്ന് ബഫ് ചെയ്യേണ്ടി വരും. നല്ല ത്രോട്ടലാണ്. നമ്മുടെ സാധാരണ റോയൽ എൻഫീൽഡ് നമ്മുടെ ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആവുന്ന പോലത്തെ ത്രോട്ടലല്ല. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് കാണാം. അതുപോലെ തന്നെ ഇവിടെ നല്ല തിക്കാണത്. ഒരിക്കലും ഇവിടെ ക്രാക്കായി പോവില്ല. ഇപ്പോൾ ത്രോട്ടലുണ്ട്, 2 ത്രോട്ടലുകളുണ്ട്. ഇതും അമാൽ ത്രോട്ടലാണ്. ഇതിൻ്റെ ഈ ഗ്രിപ്പ് വന്നിട്ട് ബ്രാസാണിത്. ഈ ഒരു ഗ്രിപ്പ്. ഇതും നല്ല ത്രോട്ടലാണ്. പിന്നെ ഇത് നമ്മുടെ 59 അല്ലെങ്കിൽ 56 മോഡൽ 62 വരെ വരുന്ന മഡ് ഗാർഡിൻ്റെ റിയർ സ്റ്റേ ആണ്. റിയറിലെ രണ്ട് സ്റ്റേയുടെ ഇടയിൽ വരുന്നൊരു ബ്രാക്കറ്റാണിത്. ഇതാണ് മെയിൻ ഷേപ്പ്. വണ്ടിയുടെ ബാക്ക് മഡ് ഗാർഡിൻ്റെ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നൊരു ബ്രാക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ G2 മോഡൽ 50s G2 മോഡലിൻ്റെ ഒരു ഗിയർ ലിവറാണ്. മിലിറ്ററി ഡിസ്പാച്ച് വണ്ടിയിൽ നിന്ന് എടുത്താണോ ഒരു സംശയമുണ്ട്. കാരണം മിലിറ്ററി പെയിന്റ് നമുക്ക് കാണാം. ഇതിലൊരു പാറ്റേൺ നമ്പർ വരുന്ന എംബോസ്ഡ് ആയിട്ടുള്ള ഗിയർ ലിവറാണ്. അപ്പോൾ ഗിയർ ലിവറുണ്ട്. അതുപോലെ തന്നെ ലിവറാണ് തോന്നുന്നു, പാക്ഡാണ്. നമുക്കതിനെ കവറൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ പിന്നെ ലിവേഴ്സാണുള്ളത്. ഇത് നമ്മുടെ ഫ്രണ്ട് ഡുവൽ ബ്രേക്ക് വരുന്ന ലിവർ സെറ്റാണിത്. നല്ല സോളിഡ് ലിവറാണ്. അതിൻ്റെ തന്നെ ലെഫ്റ്റ് ലിവറും ഉണ്ട്. നമുക്ക് ലിവറിൻ്റെ ഷേപ്പ് കാണാം. സ്പൂൺ ടൈപ്പ് ലിവറാണ്. 50s മോഡൽ ലിവറാണ്. നല്ല സോളിഡ് ലിവറാണ്. ഒന്ന് ക്രോം ചെയ്യണം, അത് മാത്രമേ ഒരു അത് തോന്നുള്ളൂ. ബാക്കിയെല്ലാം ഇൻടാക്റ്റാണ്. കാണാം ക്യൂഡിയുടെ 2 കേബിൾ പോകാനുള്ളതെല്ലാം ഉണ്ട്. അതേപോലെ കേബിളിൻ്റെ അഡ്ജസ്റ്ററും ഉണ്ട്. കേബിൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന സാധനം എല്ലാം ഉണ്ട്. കംപ്ലീറ്റ് ലിവർ സെറ്റാണിത് 2 പിന്നെ ഒരു റൈറ്റ് സൈഡ് ക്യൂഡി ലിവറുണ്ട്. റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. അത് നല്ല ലിവറാണ്. ഒറിജിനൽ ലിവറാണ്. ഷേപ്പ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. സോളിഡ് ലിവറാണ്. ഇത് നല്ല ക്രോമിംഗ് ഉള്ള ലിവറാണ്. പിന്നെ 2 അമാലിൻ്റെ ചോക്ക് ലിവറാണുള്ളത്. ചോക്ക് ലിവറാണ്. ബ്രാസ് ലിവറാണുള്ളത്. ഇനി നമുക്ക് നോക്കാം. 2 ബ്രിട്ടാക്സിൻ്റെ ഗ്രേ ഗ്രിപ്പാണുള്ളത്. സൂപ്പർ ഗ്രിപ്പാണ്. പക്ഷെ ലോങ് ഗ്രിപ്പാണത്. കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. ത്രോട്ടലിൻ്റെ ഇത്രയും വ്യത്യാസമുണ്ട് ലെങ്ത്ത്. പക്ഷെ റെയർ ഗ്രിപ്പാണിത്. ലോങ് ഹാൻഡിൽ ബാറിനൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രിപ്പാണ്. ട്രയംഫ് അതുപോലത്തെ വണ്ടികൾക്കൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഏരിയലിനൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രിപ്പാണ്. പക്ഷെ അൺയൂസ്ഡ് ഗ്രിപ്പാണ്. നല്ല ക്വാളിറ്റിയാണ്. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ക്ലീൻ പീസാണ്. 2 ഒരേ സൈഡാണ്. ഒരേ സൈസ് വരുന്ന ഗ്രിപ്പാണ്.
കുറേ സാധനങ്ങളുണ്ട്. ഞാനിതെല്ലാം അൺബോക്സ് ചെയ്യുന്നതായിരിക്കും, എന്നിട്ട് നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. അപ്പോൾ കുറേ ടെയിൽ ലൈറ്റുകളുണ്ട്. നമുക്ക് 3 ടെയിൽ ലൈറ്റുകളുണ്ട്. അതിൽ ഏതൊക്കെ ടെയിൽ ലൈറ്റാണ് നമുക്ക് നോക്കാം. ഇത് നല്ല സോളിഡായിട്ടുള്ളൊരു ലൈറ്റാണ്. അതിൽ 3 ബൾബ് വരുന്നുണ്ട്. പക്ഷേ അടിയിലുള്ള ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഇല്ല. പക്ഷേ നല്ല ലൈറ്റാണ്. ഏതാ കമ്പനിയെന്ന് അറിയില്ല, ലൂക്കാസ് തന്നെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഗ്ലാസ്സിൽ കാണാം. അതേപോലെ തന്നെ ബാക്കിലും കാണാം. നല്ല ഹെവി ആയിട്ടുള്ളൊരു ലൈറ്റാണ് കേട്ടോ. സ്ക്രൂ ഇല്ല. സ്ക്രൂ എനിക്ക് തോന്നുന്നു സാധാ സ്ക്രൂ തന്നെ ഇതിൽ സൂട്ടാവേണ്ടതാണ്. അപ്പോൾ ഒരു ടെയിൽ ലൈറ്റ് ഉണ്ട്. ഒന്നല്ല 3 ടെയിൽ ലൈറ്റുകളുണ്ട്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ 3 ബൾബുകളാണ് വരുന്നത്. ഏത് വണ്ടിയിൽ വന്നതെന്നറിയില്ല. പിന്നെ അടുത്ത ടെയിൽ ലൈറ്റ് നമുക്ക് നോക്കാം. ഇത് ലൂക്കാസ് 564 ആണ്. കാണാം, 564 മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. നല്ല ഗ്ലാസ്സാണ്. ഒരു ക്രാക്കൊന്നല്ല, ഒരു ജസ്റ്റ് ഒരു വര മാത്രമേ ഉള്ളൂ. ഗ്ലാസ്സിലൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതിന് സ്ക്രൂ ഇല്ല. പക്ഷേ നല്ല ലൈറ്റാണ്, ഒറിജിനൽ ലൈറ്റാണ്. ഇതിലും ബാക്കിൽ ലൂക്കാസിൻ്റെ 564 എന്നുള്ള എഴുത്ത് കാണാൻ പറ്റും. നല്ല ലൈറ്റാണ്. ലൈറ്റുകൾക്കൊക്കെ നല്ല വിലയാണ്. പക്ഷെ ഇതിനായിട്ട് സ്ക്രൂ ഇല്ല. പക്ഷേ നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ലൈറ്റാണ്. ഒരു ഗ്ലാസ്സാണ്. ഒരു ലൂക്കാസിൻ്റെ തന്നെ 564ൻ്റെ ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബേസ് ഇല്ല. നല്ല ക്ലീൻ പീസാണ്, ബ്രാൻഡ് ന്യൂ പീസാണിത്. പിന്നെ ഒരു സൂപ്പർ ഹെഡ്ലൈറ്റ് സ്വിച്ചാണ്. നല്ല ഹെഡ്ലൈറ്റ് സ്വിച്ചാണ്. ക്ലീൻ പീസാണ്, നല്ല വർക്കിംഗ് ആണ്. നോബൊന്നും സ്ലാക്ക്നെസ് ഒന്നുമില്ല. സോളിഡ് പീസാണ്. എല്ലാ സ്ക്രൂസും ഉണ്ട്. കംപ്ലീറ്റ് സ്വിച്ചാണ്. പിന്നെ ഒരു ന്യൂട്രൽ ലിവറാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ന്യൂട്രൽ ലിവർ ഉണ്ടോയെന്ന്. പക്ഷേ ഇതിൽ പാറ്റേൺ നമ്പർ ഉണ്ട്. പക്ഷേ കുറച്ചൊന്ന് മങ്ങിപ്പോയിട്ടുണ്ട് ഇവിടെ. ഒരു പക്ഷേ ബഫ് ചെയ്തപ്പോഴോ ക്രോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആയതായിരിക്കും. പക്ഷേ നല്ല ഒറിജിനൽ ഗ്രിപ്പാണ്. കാരണം ഇവിടെ ഒറിജിനൽ ലിവറാണ്. ഇവിടെയും കാണാം നമുക്കതിൻ്റെ പാറ്റേൺ നമ്പർ. പിന്നെ അമാലിൻ്റെ ഒരു പെട്രോൾ ഫിൽറ്ററാണ്. ഇൻലെറ്റും ഔട്ട്ലെറ്റും ഉള്ളൊരു ചെറിയ ടൈപ്പ് ഫിൽറ്ററാണ്. അമാലിൻ്റെ ഒറിജിനൽ അമാലിൻ്റെ ഫിൽറ്ററാണ്. അൺയൂസ്ഡ് ആണ്. ബ്രാൻഡ് ന്യൂ ഫിൽറ്ററാണിത്. ഇത് കൂടെ കണക്ട് ചെയ്താൽ ഇത് കൂടെ ഔട്ട്ലെറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. പെട്രോൾ ഫിൽറ്ററാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇത് പിന്നെ നമ്മുടെ 50s റോയൽ എൻഫീൽഡ് വരുന്ന ക്ലച്ച് ബെല്ലിൻ്റെ കവർ ചെയ്യുന്ന ടോപ്പ് കവറാണ്. 3 സ്ക്രൂ ടോപ്പ് കവറാണ്. അതൊന്നുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ ക്യാപ്പാണത്. സൂപ്പർ ക്യാപ്പാണ്. ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. ലിപ്സ്റ്റിക്കെല്ലാം ലിപ്സ്റ്റിക്കിൽ മാർക്കിംഗ് ഉണ്ട്. സിയാൻഡസ് വോൾവർ ആംപ്ടൺ നമുക്ക് ഇതിലും കാണാം. നല്ല ഒരു ക്യാപ്പുണ്ട്. ഒന്നല്ല 2 ക്യാപ്പ് ഉണ്ടാവും. 2 ക്യാപ്പുണ്ട്. സൂപ്പർ ക്യാപ്പാണ്. 2 ഒരേ കണ്ടീഷനുള്ള ക്യാപ്പാണ്. ബ്രാൻഡ് ന്യൂ കണ്ടീഷനുള്ള ക്യാപ്പാണ്. സൂപ്പർ ക്യാപ്പാണ്. നല്ല ഫിനിഷിങ്ങുള്ള ക്യാപ്പാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണുള്ളത് നമ്മുടെ അടുത്ത്. ഇല്ല, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിന്ന് ഇവിടെ സെയിലിന് ആയിട്ട് ഇരിക്കുന്നത്. എല്ലാം നമുക്ക് നോക്കാം. ലിവേഴ്സാണ്. QD ലിവർ സെറ്റ് ഫുൾ സെറ്റ് ഉണ്ട്. പിന്നെ ബ്രാസാണ്. ഇത് രണ്ടും ബ്രാൻഡ് ന്യൂ കണ്ടീഷനായിട്ടുള്ള G2ൻ്റെ ഓയിൽ എൻജിൻ ഓയിൽ ക്യാപ്പാണ് വിത്ത് ഡിപ്സ്റ്റിക്ക്. പിന്നെ 2 ലോങ് ബ്രിട്ടാക്സ് ഗ്രിപ്പാണ്.
പിന്നെ 3 ടെയിൽ ലൈറ്റുകൾ ഉണ്ട്, പിന്നെ ഒരു ലൂക്കാസിൻ്റെ ഹെഡ് ലൈറ്റ് സ്വിച്ച്, പിന്നെ ഒരു റൈറ്റ് സൈഡ് മാത്രം ട്വിൻ ബ്രേക്കുള്ള വണ്ടികൾക്കുള്ള ഒരു ലിവർ വിത്ത് യൂക്ക് ഉണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് സെറ്റിങ്സ് ഉണ്ട് അതിൻ്റെ. പിന്നെ 2 ത്രോട്ടിലാണ്, അമാലിൻ്റെ ത്രോട്ടിലാണ്. ഒന്ന് ബ്രാസാണ്, അതിൻ്റെ ഗ്രിപ്പ് വന്നിട്ട് ബ്രാസാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രാസിൻ്റെ ഒരു ഇത് കാണുന്നത്. പിന്നെ ഒരു മാഗ്ഡൈനമോ 50s ആയിരിക്കാം, ഇതൊരു പാറ്റേൺ നമ്പർ എംബോസ് ചെയ്തൊരു ടൈപ്പ് ഗിയർ ലിവർ ഉണ്ട്. പിന്നെ ക്ലച്ച് ബെല്ലിൻ്റെ സാധനമുണ്ട്. പിന്നെ റിയർ മഡ് ഗാർഡ് സ്റ്റേയുടെ ഒരു മിഡിൽ ബ്രാക്കറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിന്ന് സെയിലുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായും നമുക്ക് വാട്സപ്പ് ചെയ്യാം. ഏത് പാർട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ കഴിഞ്ഞ നമ്മുടെ സെയിലിൻ്റെ ഒരു വീഡിയോ ഇട്ട ആ ഒരു വീഡിയോയിലുള്ള എല്ലാ പാർട്സും തന്നെ അന്ന് തന്നെ സെയിലായി പോയി എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. എല്ലാം അന്ന് തന്നെ എല്ലാവരും വാങ്ങിച്ചു. എന്തായാലും അതിലും വലിയ സന്തോഷം. അപ്പോൾ ഈ പാർട്സും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ വരുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് ബൈ.